ഹായ് ബ്യൂട്ടിഫുൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിന് എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ള രീതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ സൺഡേ മുതൽ ഞാൻ വ്യാഴാഴ്ച വരെ ഫ്രൈഡേ വരെ ഞാൻ ഫേസിൽ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒന്നല്ല 2 ദിവസം സൺഡേ ഓൾസോ ഞാൻ വെളിയിൽ പോകാറുണ്ട്. അപ്പം പള്ളിയിലൊക്കെ പോയി ഇപ്പോൾ ആ ദിവസങ്ങളിൽ പോലും ഞാൻ സാറ്റർഡേ സൺഡേ ഞാൻ എൻ്റെ ഫേസിന് കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചില കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അരിപ്പൊടി, ആട്ടപ്പൊടി, അതുപോലെ മൈദപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസിൽ. അതുപോലെ ആണെങ്കിൽ ഡാല് എല്ലാവരും വിചാരിക്കും ഇത് കുക്ക് ചെയ്യാൻ തന്നെ എനിക്ക് ടൈം കിട്ടുന്നില്ല, പിന്നാണെങ്കിൽ ഇതെടുത്ത് തിന്നുക, അല്ലെങ്കിൽ ഇതെടുത്ത് പൊട്ടറ്റോ, ടൊമാറ്റോ, ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ. അഥവാ നമ്മൾ വെളിയിൽ പോയിട്ട് പാർലറിൽ പോയിട്ട് ഉപയോഗിക്കുന്നതിന് അതിനകത്ത് കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ചെയ്യാം. നമ്മൾ ഫേസിന് അന്നേരത്തെ ഇത് ബ്രൈറ്റ്നെസ് കാണിക്കും, പിന്നെ അത് ഡാമേജിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും വെളിയിലുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ പാർലറിൽ പോയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഐറ്റംസിൽ ഒഴിവാക്കുക. അതിനുശേഷം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഫേസിനെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിച്ചത് ഒരു അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ അപ്പം ബെഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ലുലുവിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാവ് ബാക്കി വന്നപ്പോൾ ബാക്കിയെന്ന് വെച്ചാൽ കുറച്ചെടുത്ത് മാറ്റി, ഒരു തുള്ളി എടുത്ത് മാറ്റി ഞാൻ കണ്ടോ, കുറച്ചെടുത്ത് മാവിനും ബാക്കി എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ബൗളിലേക്ക് ഈ ഒരു മാവ് എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചേർക്കണ്ട. ഈ ഒറ്റ മാവ് ഇങ്ങനെ കുറച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതാണ് ഓൾറെഡി ഇതിനകത്ത് കണ്ടൻറ്റുകളുണ്ടല്ലോ, തേങ്ങാപ്പാലും അതും ഇങ്ങനെ ഐറ്റംസുകളല്ലോ. ഇവ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലിനകത്ത് ആഡ് ചെയ്യുന്നത്. സാധാരണയുള്ള പാലും നിങ്ങൾക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യണം. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എണ്ണമയമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്, മുഖക്കുരുള്ളവർക്ക് നല്ലതാണ്. ഇതിൻ്റെ ഒരു തരുവ് വെച്ചിട്ട് മുഖത്ത് അതിൻ്റെ പത്തിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇട്ട് ഉരയ്ക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിന് ശേഷം നല്ലൊരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ഫേസിലൊന്ന് വെച്ചെടുക്കുക. അഥവാ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് സാധാരണ വേണ്ടത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണല്ലോ, തേങ്ങ അരച്ച് ചേർത്ത് അരിപ്പൊടി കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമെന്നു. ഇത് നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടി ആദ്യം കയ്യിൽ തേച്ച് നോക്കുക. ഞാൻ നോക്കി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ തേക്കാം, ശരീരം ഫുള്ളും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കഴുകിയെടുക്കാം. അതുപോലെ നമ്മൾ മൂക്കിന് മുകളിലുള്ള കാര പോലത്തെ ഭാഗങ്ങൾ, ഈ ഭാഗത്തുള്ള ഡ്രൈനെസ്, അത് ചുണ്ടുതുപ്പിലുള്ള ഇവിടെയുള്ള കറുപ്പുകളൊക്കെ മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ചെറിയ തരിപ്പുണ്ട്, സൂപ്പറാണ് കേട്ടോ. നമ്മുടെ ഫേസിനെ സ്ക്രബ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫേസ് വന്നിട്ട് കഴുകി തുടച്ചിട്ടുണ്ട് നല്ല. അപ്പോൾ എൻ്റെ ഫേസ് നല്ലതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്കിന്നൊക്കെ വളരെ എന്താ പറയുക, ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ തന്നെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ആർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടുള്ള ബെല്ലിന് ഓൾ ഓപ്ഷൻ ചെയ്യാൻ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള കമൻറ്റ് നിങ്ങൾക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം റിസൾട്ട് വരും. നിങ്ങൾക്ക് റിസൾട്ട് അത് അനുയോജ്യമാണ് അല്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.